നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഒരു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുന്നതിന് മുമ്പ് പറയുന്ന ശബ്ദങ്ങളാണിവ. മാത്, നർമ്മദ, ജയ് ഹിന്ദ്, ജയ് ഭാരത്. അവരിങ്ങനെ പറയുന്നതിന് കാരണം അവരുടെ ഗുരുവായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരാഗ് ഭയ്യയാണ്, മധ്യപ്രദേശിലെ ജബൽപൂരിൽ നർമ്മദയുടെ തീരത്തെ ഘാട്ടുകളിലൊന്നിൽ രാത്രി 8:30 ശേഷം അറിവിൻ്റെ പ്രകാശം പരന്നു തുടങ്ങുന്നത് പരാഗ് ഭയ്യയിലൂടെയാണ്. അത് ഏറ്റുവാങ്ങുവാൻ ചാതകപക്ഷികളെപ്പോലെ മാലാഖമാർ പറന്നിറങ്ങാറുണ്ട്. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും കുഞ്ഞിച്ചിറകുകൾ മുളച്ച ഈ മാലാഖമാരിൽ ചിലർ പകൽ സമയങ്ങളിൽ നർമ്മദാ നദിയിൽ വഞ്ചി തുഴയുന്നു. ചിലർ ഘാട്ടുകളിൽ പൂവും മാലയും വിൽക്കുന്നു. ചിലർ ബലൂണ് വിൽക്കുന്നു. മറ്റു ചിലർ ഹോട്ടലുകളിൽ പാത്രം കഴുകുന്ന ജോലികളിൽ ഏർപ്പെടുന്നു. എന്നാൽ രാത്രികളിൽ എല്ലാവരും ഒന്നാകുന്നു. ഭാരതത്തെ വിശ്വഗുരു പദത്തിലേക്ക് വീണ്ടും എത്തിക്കണമെങ്കിൽ ഇവരെപ്പോലുള്ള കുട്ടികൾ ഉണരണമെന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന പരാഗ് ഭയ്യയുടെ അരികിലേക്ക്. നമ്മൾ ദൈവത്തിനെ പല പേരിൽ വിളിക്കുന്നുണ്ട്. പൂജയും പ്രാർത്ഥനയും നിസ്കാരവും ചെയ്യുന്നുണ്ട്. വഴിപാടുകൾ കഴിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ എത്ര പ്രാവശ്യം ഓർമ്മിക്കുന്നുണ്ട്? നമ്മുടെ ഈ ശരീരം ഇവിടുത്തെ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ മണ്ണിലെ ജലവും വായുവും ആഹാരവുമാണ് നാം കുടിക്കുന്നതും ശ്വസിക്കുന്നതും ആഹരിക്കുന്നതും. എന്നിട്ട് നമ്മൾ രാഷ്ട്രത്തെ ഓർക്കാറില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ പഠിച്ചു മിടുക്കനായി വിദേശ രാഷ്ട്രങ്ങൾക്കായി പണിയെടുക്കുന്നു. ഒപ്പം ദേശത്തിനെതിരെ സംസാരിക്കുന്നതിനും ദേശവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഇവിടുത്തെ കുട്ടികൾക്ക് മടിയില്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കുട്ടിയോടും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മാത്, നർമ്മദ, ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ ഉത്തരം പറയുന്നത്. അതെ, നർമ്മദാ നദി അവർക്ക് അമ്മയാണ്. ആ നർമ്മദാ നദിയുടെ മാറിൽ വഞ്ചി തുഴഞ്ഞും കർമ്മങ്ങൾ ചെയ്തുമാണ് അവരും അവരുടെ മാതാപിതാക്കളും ജീവിക്കുന്നത്. നർമ്മദയുടെ തീരങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. അന്നം തരുന്നവരോടുള്ള കൂറ് വിദേശത്ത് കാട്ടണമെന്ന് പഠിപ്പിക്കുന്നവരോട് സ്വദേശത്തും ആകാമെന്ന് ഈ കുട്ടികൾ കൂട്ടിച്ചേർക്കുന്നു. ഭാരതത്തിലെ വലിയ 5ാമത്തെ നദിയാണ് നർമ്മദാ നദി. ആത്മീയതയിൽ ഗംഗയ്ക്കൊപ്പം ഇതിന് സ്ഥാനമുണ്ട്. വഴക്കടിച്ചും പണിഷ്മെൻറ്റ് മേടിച്ചും കൊടുത്തും വളർന്ന ഒരു സാധാരണക്കാരനായ പയ്യനായിരുന്നു പരാഗ്. 9ാം വയസ്സിൽ പരാഗിൻ്റെ അച്ഛൻ്റെ മരണത്തെ തുടർന്ന് അമ്മയായിരുന്നു പരാഗിന് എല്ലാമെല്ലാം. ഒരിക്കൽ നർമ്മദയുടെ തീരത്തെ ഘാട്ടിൽ നിന്നും കിച്ചടി കഴിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടപ്പോൾ പരാഗ് വിസമ്മതം പ്രകടിപ്പിച്ചു. വേണമെങ്കിൽ വിശന്നിരിക്കാം, പക്ഷേ ആരോ ഉണ്ടാക്കുന്ന ഭക്ഷണം താൻ കഴിക്കില്ലെന്ന് പരാഗ് നിർബന്ധം പിടിച്ചു. രാവേറിയപ്പോൾ ഘാട്ടിലൊരു കുട്ടിയിരുന്ന് കിച്ചടി കഴിക്കുന്നത് പരാഗ് കണ്ടു. വിശപ്പിൻ്റെ വിലയറിഞ്ഞ പരാഗ് ഉടൻ തന്നെ അമ്മയോട് കാര്യം പറഞ്ഞു. പഠനം പൂർത്തിയാക്കി ട്യൂട്ടോറിയൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ പരാഗിനോട് ഒരിക്കൽ അമ്മ പറഞ്ഞു, ആരും സഹായിക്കാനില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ടവരെ സഹായിക്കാൻ മനസ്സിലൊരൽപ്പം ഇടം മുൻ കരുതി വയ്ക്കണം. അതിനായി അല്പം പണവും സമയവും. 2016 അമ്മയുടെ മരണത്തെ തുടർന്ന് പരാഗിന് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ ചെന്നിരിക്കുമ്പോൾ ഒരു കുട്ടി ഒറ്റയ്ക്കിരുന്ന് തമ്പാക്ക് കഴിക്കുന്നത് പരാഗ് കണ്ടു. പരാഗ് അവനരികിൽ ചെന്ന് ചോദിച്ചു, നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കുട്ടിയുടൻ മറുചോദ്യം ചോദിച്ചു, പഠിച്ചാൽ പൈസ കിട്ടുമോ? കുട്ടി ചോദിച്ച ചോദ്യം ന്യായമായിരുന്നു എന്ന് പരാഗിന് മനസ്സിലായി. കാട്ടിൽ പണിയെടുത്തിട്ടാണ് ആ കുട്ടിയും ആഹാരം കഴിക്കുന്നത് എന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പരാഗ് പറഞ്ഞു, ദിവസം 50 രൂപ വെച്ച് തരാം. അങ്ങനെ 1ാം ദിവസം ഒരു കുട്ടി, പിന്നെ അത് 5ആയി, 50ആയി, അതിപ്പോൾ 200-ലധികമായി നിൽക്കുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പഠനത്തിൽ രുചി കണ്ടെത്തിയ കുട്ടികൾ പണം വാങ്ങുന്നത് നിർത്തി. മാത്രമല്ല 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കഷ്ടപ്പെട്ട് കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്ന ഉത്തരങ്ങൾ പരാഗ് ഭയ്യയുടെ കുട്ടികൾ മിനിറ്റുകൾക്കുള്ളിൽ ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്ന തുടക്കത്തോടെ ഉത്തരങ്ങൾ പറഞ്ഞ് മീഡിയക്കാരെയും ലോകത്തെയും ഞെട്ടിച്ചു. ബോർഡും കാൽക്കുലേറ്ററും ഒന്നും കുട്ടികൾക്ക് ഉത്തരം പറയാൻ ആവശ്യമുണ്ടായിരുന്നില്ല. കണക്കിലെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനായി പരാഗ് ഭയ്യ പ്രത്യേക തന്ത്രങ്ങൾ അവരെ പഠിപ്പിച്ചു. സയൻസും സാമൂഹിക ശാസ്ത്രവും സംസ്കൃതവും മറ്റ് ഭാഷകളും താളത്തിലും ആംഗ്യങ്ങളുടെ സഹായത്തോടും ഉച്ചത്തിലുച്ചരിച്ചും അവർ മനഃപ്പാഠമാക്കുന്നു. മാത്രമല്ല 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ 11ാം ക്ലാസ്സുകാർക്കും 11ാം ക്ലാസ്സുകാർ 10ാം ക്ലാസ്സുകാർക്കും അങ്ങനെ ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വരെ തൊട്ടുമുകളിലുള്ളവർ ക്ലാസ്സുകൾ നൽകുന്നു. അതെ, ഇവിടുത്തെ ഓരോ കുട്ടികളും വിദ്യാർത്ഥികളാണ്, ഒപ്പം അധ്യാപകരും. ആദ്യമായി ക്ലാസ്സിലേക്ക് വരുന്നയാൾക്ക് പരാഗ് സാറാണെങ്കിൽ കാലക്രമേണ ഭയ്യ എന്ന വിളിയിലേക്ക് പരിവർത്തനപ്പെടുന്നു. അതിന് കാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകുമെന്നും അവരുടെ ചോദ്യങ്ങൾക്കുത്തരം സ്വയം കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസം കുട്ടികളിൽ എത്തുകയും ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായും ഭയ്യ എന്ന് വിളിച്ചു തുടങ്ങുമത്രേ. കൊറോണ ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ പരാഗ് ഭയ്യയുടെ ഈ ഫരിസ്തകൾ അവരുടെ പണം കൊണ്ട് ആഹാരമുണ്ടാക്കി പാവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഹാര വിതരണം ചെയ്യാറുണ്ടായിരുന്നു.
സമൂഹത്തിൽ നിന്നും അകന്നു നിന്ന് സ്കൂളിലെ ക്ലാസ് മുറിയിലും വീട്ടിലെ പഠനമുറിയിലും ഒതുങ്ങേണ്ടവരല്ല കുട്ടികളെന്നും സഹജീവികളെ കണ്ടും അവരെ കഷ്ടപ്പാടിൽ സഹായിച്ചും ജീവിക്കണമെന്ന് ഈ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പഠന നിലവാരമോ എന്ന ചോദ്യം ഉദിക്കുന്നുണ്ടെങ്കിൽ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾ 20-30 മിനിറ്റ് എടുത്ത് പരിഹരിക്കുന്ന കണക്കുകൾ 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൂട്ടിത്തരുന്ന ഇവിടുത്തെ കുട്ടികൾ അതിനുള്ള ഉത്തരമാണ്. 2016 ശേഷം പരാഗ് ഭയ്യയുടെ അത്താഴം കുട്ടികൾക്കൊപ്പമാണ്. അദ്ദേഹം ഉറപ്പു പറയുന്നു, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളും എല്ലാം ഈ കുട്ടികൾക്കിടയിലുണ്ട്. ഈ കുട്ടികൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കിടയിലുമുണ്ട്. പരാഗ് ഭയ്യയുടെ ഈ ഫരിസ്തകൾ ഉയർന്നു പറക്കട്ടെ. വീണ്ടും ഭാരതം വിശ്വഗുരു പദത്തിലേക്ക് എത്തിച്ചേരട്ടെ. പ്രാർത്ഥനകളോടെ ജയ് ഹിന്ദ്, ജയ് ഭാരത്. പുത്തനൊരു കാഴ്ചയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.